അവലോകന യോഗം 27-ാം തീയതി ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ വാഗ്ദാനങ്ങളുടെ അവലോകന യോഗം നടക്കുകയും ചെയ്യും. 10 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ MLA അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി പെട്ടെന്ന് തന്നെ രാത്രിയിൽ തന്നെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി. അദ്ദേഹം ഈ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. അവരുടെ ആവശ്യങ്ങൾ മുഖവിലക്കെടുത്തു. അവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയും ചെയ്തു. നിലവിലിപ്പോൾ MLA മാരടക്കം ചേരുന്നുണ്ട്. ഇതിപ്പോൾ മൃതദേഹം എവിടേക്കാണ് MLA മാറ്റിയതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി എങ്ങനെയാണ്? കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി നാളെ പോലീസ് സർജന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കളമശ്ശേരിയിലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നാളെ രാവിലത്തെ ഏർലി അവേഴ്സിൽ തന്നെ ബോഡി പ്രോപ്പറായിട്ട് അത് സ്റ്റഫ് ചെയ്യേണ്ടതൊക്കെയുണ്ട്. കുറച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് വേണ്ടി വരുന്ന മെഡിക്കൽ പ്രിപ്പറേഷൻസ് വേണ്ടി വരുന്നതാണ് പറഞ്ഞത്. കാരണം ബോഡി അത്രയും ഒരു വല്ലാത്തൊരു കണ്ടീഷനിലാണ്. സോ അത് പൂർത്തിയാക്കി ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം ഉറപ്പ് നൽകിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അതോടൊപ്പം പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ ഈ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അത് പരിഗണിച്ചു എന്നുള്ളത് തന്നെയാണോ നിങ്ങളുടെ ഒരു തോന്നൽ? തീർച്ചയായിട്ടും ഏതാണ്ട് 6 ആവശ്യങ്ങളാണ് കളക്ടർ ജനങ്ങൾക്ക് മുന്നിൽ വാക്ക് നൽകിയിരിക്കുന്നത്. അതെല്ലാം അടിയന്തരമായി നടപ്പിലാക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ ട്രെഞ്ച് താത്തണമെന്നുള്ള ആവശ്യം അത് നാളെ തന്നെ തുടങ്ങുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം RRT ടീമിനെ നിയോഗിക്കുക, ഇവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഈ മാസം തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. തുടർന്ന് 27-ാം തീയതി കളക്ടറുടെ നേതൃത്വത്തിൽ ഈ ഫോളോ അപ്പ് ആക്ഷൻ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഏതാണ്ട് 10 ലക്ഷം രൂപ എന്നുള്ള നഷ്ടപരിഹാര ആവശ്യമായിരുന്നു ജില്ലാ കളക്ടർക്ക് മുൻപാകെ വെച്ചത്. അതിൽ 5 ലക്ഷം രൂപയുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനമായി. പിന്നീട് 5 ലക്ഷം രൂപയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനമാകാതിരുന്നത്. അതും ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ട് സൗമ്യനസ്യത്തോടെ അദ്ദേഹം അനുഭാവപൂർണ്ണം ആ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടു. തൊഴുകൈകളോടെ നാട്ടുകാരോട് ഇവിടെ പ്രതിഷേധക്കാരോട് പറഞ്ഞത് മൃതദേഹം നീക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പക്ഷേ ഇനി അടുത്ത നടപടികൾ എന്ന് പറയുന്നത് ഈ ചെക്ക് ആ കുടുംബത്തിന് കൈമാറലടക്കം ഉണ്ടാവേണ്ട സാഹചര്യമുണ്ട്. ഈ ചെക്കടക്കം കൈമാറും. തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ നടപടികൾ ഉണ്ടാവും. അത് ഫിക്സഡ് ആണ്. 200% അത് ഉറപ്പ് കൊടുത്തതല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോന്ന് ഒരു ഡീറ്റെയിൽഡ് ഫോളോ അപ്പ് മീറ്റിംഗ് 27-ാം തീയതി നടക്കും. വെന്യൂ കാര്യങ്ങളെല്ലാം അറിയിക്കാം. ഇവിടെ തന്നെ കുട്ടമ്പുഴയിലും അല്ലെങ്കിൽ കോതമംഗലത്തിലും. നമ്മള് ഇത് 27 കൊണ്ട് അവസാനിപ്പിക്കില്ല. നമ്മൾ എന്താണെങ്കിലും ഇതിനകത്ത് വളരെ കൃത്യമായ തന്നെയുള്ള ഇടപെടലുണ്ടാകും അതിനകത്ത്. അത് ഇവിടെ നിങ്ങൾ ഇത്രയും മാധ്യമ പ്രവർത്തകരെ സാക്ഷി നിർത്തി തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അദാലത്ത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നമാണ് ഒറ്റപ്പെട്ട നാച്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം പ്രശ്നമാണ്. ഇവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചതുകൊണ്ട് മാത്രമേ പരിഹരിക്കൂ. മറ്റു സ്ഥലങ്ങളിൽ സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ശാശ്വതമായിട്ടൊരു പരിഹാരം? ഇല്ല, ഇതിൽ ഡിഫറെൻറ്റ് സോഴ്സസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുടെ രാഷ്ട്രീയ RKVYയുടെ പദ്ധതിയിൽ 22 lakhs നമുക്ക് കിട്ടി. 3 സ്ഥലങ്ങളിൽ, ഐ തിങ്ക് മലയാറ്റൂർ, കോതമംഗലം മണ്ഡലം, അതേപോലെ പെരുമ്പാവൂർ മണ്ഡലം, 3 മണ്ഡലങ്ങളിൽ നമ്മൾ സോളാർ ഫെൻസിങ്ങിൻ്റെ വർക്ക്സ് നടക്കും. അതേപോലെ നബാർഡ് വർക്ക്സ്, അതുപോലെ പ്ലാൻ ഫണ്ട്സ്, ഇങ്ങനെ മാക്സിമം ഫണ്ട്സ് എല്ലാം നമ്മൾ പൂൾ ചെയ്തിട്ടാണ് ഈ വർക്ക്സ് ചെയ്തു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇതിൽ പല വർക്ക്സും ടെൻഡർ ചെയ്ത് പല സ്റ്റേജിലുള്ളതാണ്. അത് നമുക്ക് സമയബന്ധിതമായിട്ട് എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുമെന്ന്, അതിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടോയെന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ലാക്ക് ഓഫ് പ്രോജക്ട്സ് അല്ല, പ്രോജക്റ്റുടെ ഇംപ്ലിമെന്റേഷനിൽ വരുന്ന സാങ്കേതിക തടസ്സങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യാം, അതാണ് ഇവിടെ കാണുന്ന ഒരു ചാലഞ്ച് ഞാൻ കാണുന്നത്. സോളാർ ഫെൻസിംഗ് എന്ന് പറയുന്നത് താൽക്കാലിക പരിഹാരം മാത്രമല്ല, ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് ഇപ്പോൾ നബാർഡിന്റെ കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. നമ്മളിതിനകത്ത് നിങ്ങളിപ്പോൾ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നമ്മൾ കോതമംഗലത്തെ ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിരുന്നത് വടാട്ടുപാറയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ വടാട്ടുപാറയിൽ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായി ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ വടാട്ടുപാറയിൽ ഒരു പരിധി വരെ, ഞാൻ പൂർണ്ണമായി പരിഹരിച്ചു എന്നല്ല, നിരന്തരമായ വാർത്തകൾ വന്നിരുന്ന ഒരു മേഖലയിൽ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിച്ചപ്പോൾ അത് വളരെ ഫലപ്രദമാണ് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന ഫെൻസിങ്ങുകൾ ഇവിടെ അതിലും കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അതായത് 2 ഡബിൾ ലൈനാണ്
നമ്മളൊരു ടി ഷേപ്പിൽ വന്നിട്ട് 2 ലൈൻ ഏതാണ്ട് 3.5 മീറ്ററോളം നീളത്തിൽ അത്രയും എഫക്റ്റീവായി തന്നെ ചെയ്യാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം മുള്ളിരിഞ്ഞാട് ആനകളെ ഓടിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങളുണ്ടാകും. അവിടുത്തെ ഈ ആനകൾ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഒരു കാലിൽ നിന്ന് വന്ന് അടുത്ത കാലിലേക്ക് ഇരിക്കുന്ന പോലെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണ്ട. അപ്പോൾ അതിനെന്ത് നിർദ്ദേശമാണ്? അല്ല, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാമല്ലോ, ഇപ്പോൾ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു വിഷയമുണ്ട്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തന്നെ 620 കോടി രൂപയുടെ ഒരു പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചു. ഒരു കൂട്ടായ ഇടപെടൽ അതാണ് വേണ്ടത്. എംപിമാരും ഞാൻ പാർലമെന്റ് അംഗങ്ങൾ മുതൽ പഞ്ചായത്ത് മെമ്പർമാർ വരെ ഒരുമിച്ച് നിന്ന് ഇടപെടേണ്ട ഒരു വിഷയമാണ്. അതിന് അത്തരം ഒരു കൂട്ടായ്മ തന്നെ നമ്മളിവിടെ രൂപപ്പെടുത്തിയെടുക്കും. താങ്ക് യു. നിലവിലിപ്പോൾ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും അവർ എടുത്ത തീരുമാനം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ അതിലൊക്കെ തന്നെ സാങ്കേതികമായ പല നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. സർക്കാർ തലത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഹാങ്ങിങ് ഫെൻസിങ് എന്നുള്ളത് പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ്? ഓരോ മേഖലയിലും ഓരോ രീതിയിലുള്ളതാണ് ആവശ്യങ്ങൾ. അത് എത്രത്തോളം പ്രായോഗികമാണ് ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ എന്നുള്ളത് നോക്കിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ ഇക്കാര്യത്തിലൊരു തീരുമാനം വരുന്നത്. നിലവിൽ ഈ അവസാനമായും കളക്ടർ പറയുന്നത് ഇക്കാര്യത്തിലൊരു ശാശ്വത പരിഹാരമുണ്ടാകും എന്നുള്ളതാണ്. അത് വിശ്വാസത്തിലെടുത്ത് തന്നെ മുന്നോട്ട് പോവുകയാണോ എല്ലാവരും? പിന്നെ തീർച്ചയായിട്ടും അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു യോഗം എന്ന നിലയ്ക്ക് 27-ാം തീയതി വൈകിട്ട് കളക്ടർ അധ്യക്ഷതയിൽ കുട്ടമ്പുഴയിൽ ചേരുന്നുണ്ട്. ഈ പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കി എന്നതിനെ സംബന്ധിച്ച് 22-ാം തീയതി അവലോകനം ചെയ്യും. അത് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ജനകീയ സമരം, ഈ അടിക്കടി ഉണ്ടാകുന്ന വന്യമൃഗ ശല്യത്തിലും കാട്ടാന ആക്രമണത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് കോതമംഗലത്ത് വമ്പിച്ച ജനകീയ സമരം സംഘടിപ്പിക്കുകയാണ്. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് KSRTC ജംഗ്ഷനിൽ നിന്നും ടൗണിലേക്ക് വലിയ പ്രതിഷേധ പ്രകടനം കൂടി എല്ലാവരുടെയും ആരുടെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? എല്ലാവരും കൂടി എല്ലാവരും സഹകരിച്ചാണ് ഒരു ജനകീയ പ്രതിഷേധമാണ് നാളെ കോതമംഗലത്ത് അരങ്ങേറുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. എല്ലാവരുടെയും വലിയ പിന്തുണയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടമ്പുഴ മേഖലയിലും അതോടൊപ്പം തന്നെ കോതമംഗലത്തും ഹർത്താലിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കോതമംഗലത്ത് വലിയ പ്രതിഷേധ പ്രകടനം, ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ സംഗമം ഉണ്ടാകും എന്നുള്ള കാര്യവും ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് UDF-ന്റെ ആ കൺവീനർ കൂടിയായ ഷിബു തെക്കുമുറമാണ് നമ്മളോട് സംസാരിക്കുകയുണ്ടായത്. അദ്ദേഹം അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ജില്ലാ ഭരണകൂടം കൂടി ഉൾപ്പെട്ട ചർച്ചയാണ് നടന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ ആ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് കാരണമായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്ന ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ട്രെഞ്ച് താഴ്ത്തുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അത് ഈ ആനശല്യം ഈ മേഖലയിൽ വളരെ വ്യാപകമായി ഉണ്ടായിരുന്നതാണ്. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. ഇത് വളരെയധികം ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പല നാട്ടുകാരോട് സംസാരിച്ചിരുന്നു. അവരടക്കം പറഞ്ഞതാണ് ആളുകളുടെ ജീവൻ എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ അവരുടെ രോഷത്തിന് ഒരു കാരണവശാലും ആ രോഷം തള്ളിക്കളയാൻ സാധിക്കില്ല. അതിന് എല്ലാ തരത്തിലുള്ള അടിസ്ഥാനവും ഉള്ളതാണ്. ആ രോഷം അവർ പ്രകടിപ്പിച്ചു. ജില്ലാ ഭരണകൂടം, കളക്ടർ നേരിട്ട് ഇവിടേക്ക് വന്ന് ചർച്ച നടത്തിയതിനൊടുവിലാണ് ആ പ്രതിഷേധം അവർ അവസാനിപ്പിച്ചത്. 10 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചാണ് ഇപ്പോൾ ഇവിടെ നിന്നും ജില്ലാ കളക്ടർ അടക്കം ഇപ്പോൾ തിരികെ പോയിട്ടുള്ളത്. നാളെ സമരസമിതിയുടെ ഇവിടെ ഹർത്താലുണ്ടാകും, പ്രതിഷേധ സംഗമം ഉണ്ടാകും. വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമുണ്ടായി. ജില്ലാ കളക്ടർ നേരിട്ട് വന്ന് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടറും MLA-മാരും ഒക്കെ അതിനുശേഷം അവിടെ നിന്ന് മടങ്ങുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് നേരിട്ടെത്തി ചർച്ച നടത്തിയാണ് ഇക്കാര്യങ്ങളിൽ നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അനുകൂല തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങളായിരുന്നു അവിടെ ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് അവിടേക്ക് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായത്. നാട്ടുകാർ അവിടെ സംഘടിച്ച് എത്തിയത്. ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. MLA-മാർ മടങ്ങുകയാണ്. മാത്യു കുഴൽനാടൻ അവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങൾ കാണാം. ജില്ലാ കളക്ടറും അവിടെ നിന്ന് മടങ്ങുകയാണ്. അങ്ങനെ ചർച്ചകളിൽ തീരുമാനമായിരിക്കുകയാണ്.